ഫിലിം ടോക്സിക് എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ ആദ്യത്തെ വെബ് സീരീസായ കേരള ക്രൈം ഫയൽ എന്ന വെബ് സീരീസിൻ്റെ റിവ്യൂ ആണ്. നമ്മളെല്ലാവർക്കും അറിയാം, മലയാളത്തിലെ ആദ്യത്തെ വെബ് സീരീസാണ് കേരള ക്രൈം ഫയൽ. അതിൻ്റെ രണ്ടാം ഭാഗമാണ് കേരള ക്രൈം ഫയൽ കേസ് ഓഫ് അമ്പിളി രാജു എന്ന വെബ് സീരീസ്. നമ്മൾ കണ്ടതാണ് മലയാളത്തിലെ ആദ്യത്തെ വെബ് സീരീസായ കേരള ക്രൈം ഫയൽ ഷിജു പാറയിൽ വീണ് നീണ്ട കര എന്ന വെബ് സീരീസ്. അതിലെ നമുക്ക് സ്റ്റോറി എന്ന് പറയുന്നത് നല്ല മികച്ചതായിരുന്നു. പക്ഷേ ക്വാളിറ്റി അത്ര ഇല്ലെങ്കിലും, നല്ല ടെക്നിക്കൽ വശങ്ങളൊന്നും അത്ര ഇതില്ലെങ്കിലും സിനിമ നല്ല ഒരു വെബ് സീരീസ് തന്നെയാണ് ഷിജു പാറയിൽ വീണ് നീണ്ട കര എന്ന കേരള ക്രൈം ഫയലിലെ ആദ്യത്തെ സീസണായ. എങ്കിൽ നമ്മൾ ഈ രണ്ടാം സീസണിലേക്ക് കേരള ക്രൈം ഫയൽ കേസ് ഓഫ് അമ്പിളി രാജു എന്ന വെബ് സീരീസിലേക്ക് വരുമ്പോൾ ഇവിടെ കഥയാണ് ഇവിടെ താഴ്ന്നു പോകുന്നത്. അല്ല മറ്റ് ഇതൊക്കെ ഒപ്പിച്ചാൽ മ്യൂസിക് ആണെങ്കിലും ഇതിലെ ഡയറക്ഷൻ ആണെങ്കിലും അതുപോലെ തന്നെ ഇതിലെ ടെക്നിക്കൽ വശങ്ങളും ക്യാമറകളും ഇതൊക്കെ നോക്കുമ്പോൾ മികച്ചതെന്ന് പറയുന്നത് സീസൺ 2 തന്നെയാണ്. ഇതിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നത് വഹാബ് എന്ന് പറയുന്ന ഒരാളാണ്. ഹുസൈൻ വഹാബ് അങ്ങനെ എന്ന് പറയുന്ന ഒരാളാണ് ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എഡിറ്റർ മഹേഷ് ഭുവനേന്ദ് എന്ന് പറയുന്ന ആളാണ് ഈ സിനിമയ്ക്ക് വേണ്ടി എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിലെ ഓരോ കട്സുകളും അതുപോലെ തന്നെ ട്വിസ്റ്റുകളും കാണുമ്പോൾ നമുക്ക് വളരെ എൻഗേജിങ്ങായി തന്നെയാണ് സിനിമ തോന്നുന്നതെങ്കിലും സിനിമയുടെ കഥയിൽ സിനിമ താഴ്ന്നു പോയി എന്നാണ്. അഹമ്മദ് കബീർ എന്ന ആളാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർ മങ്കി ബിസിനസ് എന്ന പാർട്ട്ണറാണ് ഇതിൻ്റെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സിനിമ ഞാൻ പറഞ്ഞല്ലോ, ഈ വെബ് സീരീസ് ടെക്നിക്കൽ നോക്കുമ്പോൾ നല്ല മികച്ചതായി തന്നെ നമുക്ക് തോന്നുകയാണെങ്കിലും കഥയിൽ കുറച്ചു പിന്നിലായിപ്പോയി. സീസൺ 1 സീസൺ 2 പിന്നിലായിപ്പോയി എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഈ സിനിമക്ക് തിരക്കഥ എഴുതിയത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, ബാഹുൽ രമേശ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് നമ്മൾ കണ്ടിട്ടുണ്ട്. ആസിഫ് അലിയുടെ കിഷ്കിന്ധ കാണ്ഡം എന്ന സിനിമയുടെ ഡയറക്ടറാണ് ഈ ബാഹുൽ രമേശ് എന്ന വ്യക്തി. പിന്നെ ഈ സിനിമയിൽ പ്രധാന വേഷത്തിലെത്തുന്നത് അർജുൻ രാധാകൃഷ്ണൻ, ലാൽ, അതുപോലെ തന്നെ അജു വർഗീസ്, ഹരീഷ് അശോകൻ, ഇന്ദ്രൻസ്, ജിയോ ബേബി എന്നിവരൊക്കെയാണ്. അതുപോലെ തന്നെ നൂറിൻ ഷെരീഫ് എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. അവർക്കൊക്കെ കൊടുത്ത വേഷങ്ങൾ അവർ നന്നായി തന്നെ ചെയ്തു എന്നാണ് എനിക്ക് കാണുമ്പോൾ തോന്നിയത്. അത് എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ജിയോ ബേബിയുടെ കുറച്ച് സീനുകളേ ഉള്ളൂ, പക്ഷേ അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ചെയ്തു എന്നാണ്. അതുപോലെ തന്നെ ഇതിൽ നായകനായി എന്ന് പറയുന്നത് അർജുൻ രാധാകൃഷ്ണൻ തന്നെയാണ്. അദ്ദേഹത്തിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രധാനമുള്ളത്. പിന്നെ ഇതിലൊരു നായ്ക്കുട്ടിയുണ്ട്. ആ കുട്ടിയാണ് നായയുടെ സ്പോഷൻസുകളെയും അതിന് നായിൻ്റെ ഒക്കെ എടുത്തിരിക്കുന്ന പൊസിഷനുകളൊക്കെ നല്ല കൃത്യം തന്നെയാണ് തന്നെയാണ് എന്തുകൊണ്ടും ഒരു ത്രില്ലർ സിനിമ കാണുന്ന ഫീൽ തന്നെയാണ് ഈ വെബ് സീരീസ് കാണുമ്പോഴും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഈ സിനിമയിൽ നിന്ന് നെഗറ്റീവുകളെന്ന് പറയുന്നത് ഒന്നുമില്ല. കുറച്ച് ഈ സ്ക്രിപ്റ്റിലെ പോരായ്മകൾ തന്നെയാണ്. ഏതായാലും നിങ്ങൾ ഈ വെബ് സീരീസ് ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാർ എന്ന ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാണ്. കാണാത്തവരാണെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തൂ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പരിഗണിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സഹായമുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അപ്പോൾ നമുക്ക് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.